Please come. I have your daughter. ചേട്ടാ എന്താ വണ്ടി കേട്ടോ ഇവിടെ? എന്തോ സംഭവിച്ച? ഒന്നും പറ്റിയില്ല, വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഒരു ഹോണ്ടഡ് പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഹോട്ടലൊന്നും അല്ല, ഇപ്രാവശ്യം കേരളത്തിന്റെ പുറത്ത് പോലും അല്ല. ഇവിടെ ഒരു പെൺകൊച്ച് ഏകദേശം 75 കൊല്ലം മുമ്പേ ആ കൊച്ചിന് ഒരാളുമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒബ്വിയസ്. ആ ഫാമിലി പിന്നെ ആ കൊച്ചിന് ഒരു കുളത്തിൽ മുക്കിക്കൊന്നു എന്നാണ്. അപ്പൊ ഈ സ്പോട്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് ഫ്രഷ്ലി ഇനോഗ്രേറ്റഡ് ബോർഡിന്റെ കൂടെ സുമതി വളവ്. ഇത് ഇന്നലെ പിടിപ്പിച്ച ബോർഡാ. ഞാൻ വരുന്ന അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആ പെൺകൊച്ചിനെ ആ ഭാഗത്തായിട്ട് പുറകിലൊക്കെയാണ് ദഹിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ലോക്കൽസിലേക്ക് ചോദിച്ചായിരുന്നു. ഇപ്രാവശ്യം എന്റെ കൂടെ 3 പയ്യന്മാരാണുള്ളത്. എന്റെ കൂടെ ഈ ഹോണ്ടഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി. ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ന്യൂ ഫേസിന്റെ പേര് പറയാമോ? ജോസഫ് ഒരു വിശ്വാസിയാണോ? ചെറുതായിട്ടാ. ഇത് കഴിയുമ്പോൾ എന്തായാലും പൂർണ്ണമായിട്ട് വിശ്വാസം വരും. ഇവരൊക്കെ ഓൾറെഡി ഇപ്പൊ വിശ്വാസി ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അത് കുഴപ്പമില്ല, എല്ലാം സെറ്റ് ആക്കും. നമ്മൾ ഇന്ന് രാത്രിയൊക്കെ ആട്ടാ എല്ലാം റെഡിയാ. ഫോറസ്റ്റിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത്, അപ്പൊ ഇങ്ങോട്ട് പോകാൻ പറ്റുന്ന പറയുകയാണ്. അല്ല, അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് ഫോറസ്റ്റ് എന്നൊക്കെ ചോദിച്ചത്. ഫോറസ്റ്റ് വെച്ചിരിക്കുന്നോണ്ട് പോകാൻ പറ്റൂലെന്ന് അറിയത്തില്ലല്ലോ. അങ്ങോട്ട് പോയെന്ന് ആരും ഒന്നും പറയത്തൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് പറയാല്ല, ഞങ്ങൾ ബന്ധുക്കളെ വീട്ടിൽ വന്നതാണ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേര് ഇതില് അങ്ങോട്ട് പോകാതിരുന്നാ മതി. പ്രേതമൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ലേ? വയലോട്ടിലില്ല, ഇങ്ങനെ ഉള്ളു. ഇവിടെ ഉണ്ടാ? ഇവിടെ ഈ പാലോട്ട് റേഞ്ച് ഓഫീസിന്റെ അപ്പുറത്തുണ്ട്. എന്ത് പ്രേതമാ? പണ്ടിക്കുടി പൈസ തരായി. മഴ ആയതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. അമ്മ വിചാരിക്കും നമ്മളിവിടെ കള്ളു പിടിക്കാൻ വന്നതാണെന്നാണ്, പക്ഷെ നമ്മളിവിടെ പ്രേതം പിടിക്കാൻ വന്നതാണെന്ന് അറിയത്തില്ല. എന്തായാലും രാത്രിയാവുമ്പോ അറിയാം എന്ത് പറ്റുമല്ലോ. ഏത് മൂലയാണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആ മൂല എക്സ്പ്ലോർ ചെയ്യുക. ഞങ്ങൾ ഈ മൂല എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് പോക്കോ കേട്ടോ. ഓക്കെ. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ കണ്ട് വെച്ച് അവരെ കാണും. നമ്മൾ തുടക്കം തൊട്ട് തന്നെ EMF റീഡർ വെച്ച് റീഡ് ചെയ്യാൻ പോവുകയാണ്. ആ ചിത്രത്തിനെന്ന് പറയാൻ പോകണ്ട, അതൊക്കെ വല്ല പ്രേതം വിളിച്ചോണ്ട് പോകുമായിരിക്കും മൂലക്കോട്ട്. അപ്പോൾ EMF റീഡർ നമ്മൾ തുടക്കം തൊട്ട് തന്നെ ഓൺ ചെയ്ത് വെക്കും. ഇതിപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആയതേ ഉള്ളൂ. മഴയൊക്കെ ആയതുകൊണ്ട് എന്താണ് മൂഡലായിട്ടിരിക്കുകയാണ്. അപ്പോൾ EMF റീഡർ നമുക്ക് എന്തായാലും ഓൺ ആക്കാം. നമുക്ക് ഇതിലെ കൂടെ പോകാൻ വഴിയൊന്നും ഇല്ല. നോക്കി എന്താ ഇപ്പൊ ചെയ്യാം? നമുക്ക് മേടിൽ കൂടെ ഇതിലെ കൂടെ കയറി പോകണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷേ വഴിയൊന്നും അറിയാത്തൊരു പേര്. അപ്പോൾ ഇതാണ് സുമതി വളവ്. എൻ്റെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ വളവ് കണ്ടത് ഇങ്ങനെ പോയിട്ട് വളയുക. നമുക്ക് നോക്കാം EMF റീഡർ റീഡ് ആവുക ഇല്ലേ നീ ഏരിയക്കകത്ത്. റെഡിയാണോ? നീ റെഡിയാണ്, കാണട്ടെ. ഇന്നലെ നടന്നാ ഇന്നലുണ്ട് ഇവിടെ നിന്ന് ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ ഈ വളവല്ലേ? നീ അവന്മാര് പോയ വളവാണോ? പച്ച ഇല്ലെന്നല്ലേ പറയുന്നത്? പച്ച റെഡ് എന്തായാലും ഇവിടെയും കത്തണം. മഞ്ഞ, ഓറഞ്ച്. ഇപ്പം എന്തായാലും ഞാൻ ഇത് വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇത് ആ ഭാഗത്ത് അകത്തോട്ടങ്ങാണ്ടാണെന്നാണ് പറയുന്നത്. സുമതീനെ ബറി ചെയ്തിരിക്കുന്നത്. നമ്മള് മേളിലോട്ട് പോവാ ഈ കാട്ടിൽ കൂടെ. എന്റെ പൊന്നോ, പാമ്പ് വല്ലതും ഉണ്ടെങ്കിൽ പണിയായി. പാമ്പൊന്നും കാണത്തില്ല. എന്താ ഇപ്പൊ മിന്നുന്ന നടന്നിട്ട് ആ ഭാഗത്തോട്ട് കാണിച്ചപ്പോ മിന്നുവാണ്. മഞ്ഞടിക്കുന്നു. ആ വഴിയിൽ അകത്തോട്ട് പോയി നോക്കണം. നമുക്ക് കുറച്ചായിട്ട് കൂടുന്നു ഇവിടെ നടക്കുന്ന തോറും. ഇവിടെ ഏറ്റവും ഇതെന്താ ചീവീടിന്റെ സൗണ്ട് അല്ലേ? രാത്രിയൊക്കെ ഈ വഴി കൂടി എന്തായിരിക്കും ഫീല്? കത്തൊന്നും ഇല്ല. നീ ഇല്ലേ? നീ ആ വഴി കൂടി പോ, ഞാൻ താഴത്തോട്ട് പറ്റത്തില്ല. എന്ത് പറ്റത്തില്ലെന്ന്? എന്റെ പ്രേതം പിടിച്ചോണ്ട് പ്രേതം ഈ പട്ടാപ്പാൽ എന്ത് വരാനാണ്? പറയാനൊക്കത്തില്ല, എനിക്ക് പേടിയാ. ഇത് വേണേ വെച്ചോടാ, അപ്പൊ പിന്നെ പ്രേതം വരുമ്പോ അറിയാൻ പറ്റും. എന്നിട്ട് വേണം പ്രേതം വന്നെന്ന് പറഞ്ഞ് ഞാൻ ഓടാൻ. നീ അങ്ങോട്ട് പോക്കോ, ഞാൻ ഇങ്ങോട്ട് പോവാം. ഒറ്റക്കാക്കാൻ ഓജുബോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി ഒറ്റയ്ക്ക് ഇവിടെ കൂടെ നടക്കണം. ഇവിടെ കാണാണ് കുഴിച്ചിട്ടിരിക്കുന്ന. അപ്പൊ പിന്നെ ആരും കൂടെ വരത്തില്ല. എന്തെന്ന്? രാത്രി ഒറ്റയ്ക്ക് നടക്കണം ഇവിടെ കൂടി. ഒന്നും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞില്ലല്ലേ? അതെന്തായാലും ഉള്ളതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നീ അല്ല അവനുമായിട്ട് ഒട്ടിയിരിക്കണം. ഇപ്രാവശ്യം ഒട്ടലൊന്നും ഇല്ല. പോകത്തില്ല. ഇവിടെ വലുതായിട്ടൊന്നും അങ്ങനെ കാണുന്നില്ല, പക്ഷെ ചെറുതായിട്ട് ഇടക്കിടക്ക് ഒരു ഫ്ലിക്കർ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടി കാട്ടിനകത്തോട്ട് പൊക്കോണ്ടിരിക്കുന്നു. എന്താ ഇത്? പാമ്പിന്റെ എടാ ഇങ്ങോട്ട് വാ, നീ പാമ്പ് പേടിയുള്ള രാത്രി വരെ നിക്കാനുള്ള. അവന്മാരെവിടെ പോയത് കാണുന്നില്ലല്ലോ. അവന്മാർ അങ്ങോട്ടല്ലേ പോയത്, ആ ഭാഗത്തേക്കാണ് പോയത്. അവന്മാരങ്ങോട്ടും കണ്ടു പോയി. അങ്ങോട്ടൊക്കെ ഒരു റീസണും ഇല്ല EMF റീഡർ എന്ന് വെച്ചാൽ റെഡിലോട്ട് പോകാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ഹോട്ടലൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണെന്ന് വിചാരിക്കുക. ഇപ്രാവശ്യം കത്തിയാൽ ശരിയാകത്തില്ല. അമ്മമാരിവിടെ കണ്ടാൽ മതിയായിരുന്നു. പുല്ല് സുമതി പേടിപ്പിക്കാനായിട്ട് സംഭവിക്കുന്നത് ഇവിടെ. ഈ ഏരിയക്ക് എന്താ കുഴപ്പം? ഇവിടെ തന്നെയാണോ കുറിച്ചിട്ടിരിക്കുന്നത്? ഇവിടെ എന്താണ് ഇങ്ങനെ നടന്ന് മിന്നുന്നത്? ഇത് അടുത്തോട്ടാണ് കാണിക്കുന്നത്. മണ്ണിനടി വല്ലതും ആണോ ഇത്? ഏയ്, അതൊക്കെ വല്ലതും തോന്നിയതായിരിക്കും. പോയത് ആ മണ്ണിനടി ഒന്നുമില്ല. ഞാൻ എന്തായാലും അത് ഇഗ്നോർ ചെയ്ത് നമുക്ക് മുമ്പിലോട്ട് കിടക്കാം. നമ്മളിങ്ങ് ഒരുപാട് കയറി വന്ന അവന്മാര് നല്ല റൂട്ടൊക്കെ പിടിച്ചാ പോയത്. അവന്മാര് ഈ കാടൊന്നും പിടിച്ചൊന്നും അല്ല. കാര്യം പറയട്ടെ, ഈ ഏരിയ കണ്ട സുമതി അടക്കിയേക്കുന്നെന്ന് പറഞ്ഞു. മണ്ണിലോട്ടാണ് കാണിക്കുന്നത്. താഴെ വെക്കുമ്പോഴാണിത്.
ഏയ് അതുകൊണ്ട് അമ്മരെന്ത് ഇവിടെ ചെയ്യുന്നത്? അത് ബീപ്പായ ഭൂമിയുടെ പക്കത്തൂടെ നടന്നു വരുന്ന പൊട്ടന്മാര്, പാവങ്ങൾക്ക് അറിയത്തില്ല. പൊട്ടന്മാരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്, അവന്മാരെ പേടിപ്പിക്കാൻ. അതെ, എന്റെ മണ്ടത്തിന് ഞാൻ പെട്ടെന്ന് പോകുന്നു. നീ പെട്ടെന്ന് അലറി വിളിച്ച് അവന്മാരിലൂടെ കയറി അതിലും വഴി വന്നാൽ മതിയായിരുന്നു. നിങ്ങൾ വന്ന വഴിയെല്ലാം അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ട. ഫോണൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ തേങ്ങാക്കൊല. ഫോൺ എവിടെ ഇരിക്കണ്? കൈ നീക്കി പിടിച്ചിട്ട് അടിച്ചോണ്ടിരുന്നത്. ഭൂമിയിലോട്ടോ? ആ, ഭൂമിയിലൊക്കെ എന്തേലുമൊക്കെ കാണും. ഇനി കുഴിച്ചിട്ടതായിരിക്കും. അടിക്കണോ? അയ്യോ എന്റെ ഇത് ഞാൻ നിക്കുന്നോണ്ടുള്ള പ്രശ്നങ്ങളാ. ഞാൻ അങ്ങോട്ട് മാറിയ പ്രശ്നമെല്ലാം തീരും. നിന്റെ അല്ല ഇത്? എന്റെ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ, ഈ ഏരിയ അവിടെ ഇവിടം വരെ അടിച്ചോണ്ടിരിക്കുക. ഇത് ഇവിടെ ആണോ? അപ്പൊ ട്രെയിനർ ഈ വഴി നടന്ന് ഇപ്പൊ ഏകദേശം ഫുൾ വൈബ് മാറിയല്ലേ. അവിടെ വെള്ളമൊക്കെ പോകുന്നുണ്ട് കേട്ടാ. വീടല്ലേ കേട്ടാ. സുമതിനെ കിട്ടിയില്ലെങ്കിൽ വല്ല വന്യമൃഗത്തിനെ കിട്ടുമെന്ന് തോന്നുന്നു. എന്ത് സ്ഥലം ഇതൊക്കെ ദൈവമേ. മുമ്പിലോട്ട് ഫുള്ളും ചെളിയാണ്. മുമ്പിലോട്ട് പോകുന്ന സെറ്റാവാൻ തോന്നുന്നില്ല. എങ്ങോട്ടത് പോകുന്നെന്നും അറിയത്തില്ല. നമുക്ക് തൽക്കാലം തിരിച്ചു പോവാം. വന്ന വഴി തന്നെ 1 മണിക്കൂറിനുള്ളിൽ എടുക്കുന്നു തിരിച്ചു പുറത്തിറങ്ങാം. നമ്മൾ കുറച്ച് ഏറെ ഉള്ളി വന്ന് തോന്നുന്നു കേട്ടാ. ഏറെ ഉള്ളില്ല, കുറഞ്ഞ് ഇച്ചിരി ഉള്ളിലെന്ന് കിലോമീറ്ററോളം. ഇത് ബീപ്പ് അടിക്കുന്ന പറഞ്ഞ് ഏകദേശം 8 മണി ആകാറായി കേട്ടാ. രാത്രി ആയിട്ട് പോലും ഇല്ല. ഇപ്പൊ തന്നെ ഒടുക്കത്തിരിട്ട്. ഈ ഇടക്കിടക്ക് 1-2 വണ്ടി വരുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് നോക്കി ഞാൻ ഫുള്ളും കറങ്ങിയാലും ഒരു വെളിച്ചവും ഇല്ല ഇവിടെ. കണ്ടാ? കിടിലം പേടിയോ? കാറ്റ് അത് ഈ മലപ്പൊക്കത്തല്ലേ, ആ ചെറിയ ഇളം കാറ്റാ. അത് കുഴപ്പമൊന്നുമില്ല. ഇത് ആടരുത്. അല്ല കുഴപ്പമില്ല. അതാ ഇന്ന് പോയി നോക്കിട്ട് വാ. നമുക്ക് നോക്കിട്ട് വരാം. അപ്പൊ ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്. സുമതിയുടെ വളവ് അതാണ് അല്ലെങ്കിൽ താഴത്തോട്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും EMF അവിടെ ട്രൈ ചെയ്തായിരുന്നു. ഒന്ന് നമുക്ക് താഴത്തോട്ടും കൂടി ഒന്ന് പോയി ട്രൈ ചെയ്തിട്ട് വരാം. സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് മറ്റേ പോയായിരുന്നു പ്രയത്തിന്റെ അവിടെ. വലുതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടാ. വലുതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ എന്റെ 4 എഡിറ്റർ അവിടെ നിന്ന് പോയി വന്നു കഴിഞ്ഞ് 4 എഡിറ്റർ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ട്രെയിനറില്ലേ അവന്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി. എനിക്ക് എന്തൊക്കെ സംഭവിക്കാൻ തുടങ്ങി. ഇവന്റെ കൈ ഒടിഞ്ഞ്. അപ്പൊ കൈയൊക്കെ ഒടിഞ്ഞപ്പം ഞങ്ങളുടെ കയ്യിൽ എന്റെ വണ്ടിക്കകത്ത് തന്നെ എപ്പോഴാണ് ടെഡി ബെയർ ഇരുന്നത് ആ വീഡിയോക്കകത്തുള്ള. അത് പിന്നെ ഇവന്മാരൊക്കെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വേറൊരാൾക്ക് കൊടുത്തേച്ച്. വെറുതെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവന്മാർക്കൊരു ശാന്തതയ്ക്ക് വേണ്ടി അവിടെ ചെയ്തേച്ച് മാൻഡ്രയ്ക്ക് കണക്ക് ഞാൻ ഒഴിവാക്കി. ഒരാൾക്ക് സന്തോഷത്തോടെ കൊടുത്ത്. ഒരു കുഴപ്പമില്ല. ഇതൊന്ന് എനിക്ക് വയ്യ. ഈ കളിക്ക് ഞാനില്ല. അവന്മാരെ പറയണ്ട. ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഓൾറെഡി അവന്മാര് പേടിച്ചടക്കും. എത്തത്തില്ല അവന്മാർ. അതിന് മേലെ ഗിവപ്പ് ചെയ്യും. അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. ആ മൂല വരെ പോയിട്ട് ഒന്നുകൂടി ഓണാക്കിട്ട് വരാം. പേടിയുണ്ട്. പേടിയൊക്കെ ആർക്കാണ്? ആർക്കില്ലാത്ത എല്ലാവർക്കും ഉണ്ട്. അടിച്ചു മിന്നുന്നത് ഈ വളമല്ലടാ പോലെ. വണ്ടി പോ. എന്താണ് ഇങ്ങനെ മിന്നുന്ന? നിങ്ങൾ കണ്ടിട്ടില്ല? പറയുന്ന മാത്രമേ കേട്ടുള്ളൂ. രാത്രി ഫുൾ ഇവിടെ നിന്നിട്ടുണ്ടോ? പിന്നെ 2 മണിക്ക് 1 മണിക്ക് അല്ല ഫുള്ള് നിന്നിട്ടുണ്ടോ രാത്രി? റോജ് കൂടെ കളിച്ചിട്ടുണ്ടോ ഇവിടെ? അതൊന്നുമില്ലേ? എന്താണ് ഞാൻ പറയേണ്ടത് ഇവിടെ? മൽഫങ്ഷനായി. ഡയറക്റ്റ് ബ്ലഡി മേരി കളിക്കാം. ഒരു കിണ്ടിങ് കാണുന്നതിന് എനിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഒട്ടുക്കത്തെ നിശബ്ദതയാണ്. എന്നുവെച്ചാൽ ഒരു ഇമ്മിണി വെളിച്ചം പോലെ എനിക്ക് ദൂരെ ഒരു സ്ഥലത്ത് നിന്നും കാണും. ദൂരത്തോട്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലും നോക്കാനത്ത് കാണാൻ പറ്റത്തില്ല. ഒന്നുമില്ല ഇവിടെ. എനിക്കാണെങ്കിൽ ഇവന്മാർ ശ്വസിക്കുന്ന ശ്വാസം എടുക്കുന്നവരെ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അത്രയ്ക്ക് പിൻ ഡ്രോപ്പ്. ബൈസ് ഇവിടെ പന്നിയുണ്ട്, പോത്തുണ്ട്, പന്നിയുണ്ട്, പിന്നെന്തോളം കാളയുണ്ട്. എന്തായാലും സുമതിയും പന്നി ഉറപ്പായിട്ടുണ്ട്. ചേച്ചി എന്ത് പറഞ്ഞു? കരടി ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ എന്തിനാ കരടി? മാന്താനാ? നീ അവിടെ പോയി കുനിഞ്ഞു നിൽക്കും. വാങ്ങി തരുമോ? കരടി എന്തിനാ വരുന്നത്? പിടിച്ചു പോക്കാനോ? എന്തുവാ അത്? അതെന്തുവാ സാധനം? അവിടെ പൊട്ടക്കണ്ണ അത് കണ്ടോ? എവിടെ എവിടെ എവിടെ? പോത്ത് പോത്ത് പോത്ത്
ഒന്നും പറ്റിയില്ല, വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ബ്ലഡി മേരി പോയിട്ട് മാങ്ങാണ്ടി പോലും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല പുള്ളി. ലൈക്ക് യു നീഡ് കറേജ് ഫോർ ദിസ്. ഓക്കെ, ദിസ് മൈറ്റ് ബീപ്പ്, വി ഡോണ്ട് കെയർ, ദിസ് ഇസ് മൽഫങ്ഷൻ. എന്റെ പൊട്ടി കേട്ടാ, പൊട്ടി എങ്ങനെ നീ തയ്ച്ചു വെക്ക്. ചത്ത് അറിഞ്ഞു ബ്രോ. നമുക്കിവിടെ ബ്ലഡി മേരി കടിച്ചിട്ടേ ഉള്ളൂ. എവിടെ പോത്ത്? നിങ്ങൾ എന്തോ ഈ കാട്ടിനകത്ത് പോത്തെന്നൊക്കെ പറയുന്നത്? കരടിയല്ല, പോത്തല്ലേ, മറ്റേ ബാഹുബലിയെ കണ്ടിട്ടില്ലേ? ആ, നമുക്ക് പിടിച്ചു നിർത്താം കൊമ്പൻ. നമ്മുടെ വണ്ടി നോക്കി കാണാൻ പോലും ഇല്ല ഇവിടെ എത്തിയപ്പോ തന്നെ. ദൈവമേ, വണ്ടി മാഞ്ഞു പോയി. വണ്ടി വരെ മാഞ്ഞ്. ഞങ്ങളെല്ലാരും കാട്ടിലോട്ട് നടക്കുക. ഇവിടെ ഒരു കൊച്ചു മനുഷ്യല്ല, എന്തോ ഉണ്ട്. ചുവപ്പ് കണ്ടോ? എന്തുവാ ഓടാതെ ഉളകളെ പേടിക്കുന്ന എന്തിനാണ് നിങ്ങൾ? ധൈര്യമാണ് സങ്കല്പിക്കേണ്ടത്. They can smell fear. They can smell fear. They will smell everything. എനിക്ക് കണ്ട് കേസ് എന്തോ ചുമല തീർത്തി എന്ത് കണ്ട്. Like we have to actually do the Bloody Mary. That, like, look at those dumb idiots. They're actually running. മൂവ് ചെയ്ത് ഇവിടെ പന്നിയുണ്ട്. പന്നിയുണ്ട്, പോത്തുണ്ട്, കരടിയുണ്ട്. എന്റെ പൊന്നു കേസ് എന്തോ ചുമന നിറത്തിൽ എന്തോ സാധനം കണ്ട്. നിങ്ങൾ എന്താണ് ബ്ലഡി മേരി തുടങ്ങിയിട്ട് പോലില്ല, പേടിക്കുവാണല്ലോ. എന്താണ് സർവേക്ക് ലൈറ്റ് അടിക്കുന്നത്? അവിടെ എന്തോ കാട്ടിലോട്ട് ഇറങ്ങി. ഇപ്പോ നീ എന്തോടാ പറഞ്ഞു? എനിക്ക് കാണുന്നില്ലല്ലോ ഇതൊന്നും. കണ്ണും കാണത്തില്ല, പ്രായമായിട്ട്. Shit. You guys are freaking me out, man. Just calm down, man. Nothing is there. Just turn off the lights. പേടിച്ച് വിറച്ച് കിടുകിട വിളക്കുന്നു തോന്നുന്നു കേട്ടാ. കാലിന്റെ ഇടയിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ. ഇത് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. ഞാൻ എന്തൊക്കെ ഭ്രാന്ത് കാണിക്കുന്നു കേസ്. ബ്ലഡി മേരി കളിക്കാൻ പോകാന്ന് പറഞ്ഞ് കണ്ണാടിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഡിസൈഡ് ഹൂ ഇസ് ഗോണ ഗോ ഫസ്റ്റ്. ഏറ്റവും ആദ്യം ആര് ചെയ്യുന്ന അവനവിടെ നിൽക്കും, ആയിട്ട് നിങ്ങൾ പോവും. ബാക്കി എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യുന്ന കേട്ടോ. ഇല്ല, ഞാൻ ആദ്യം, സെക്കൻഡ് ആൽഫ്രഡ്, തേർഡ് നീ, ഫോർത്ത് അവൻ. ഞാൻ ഒറ്റക്ക് പോകത്തില്ലെന്ന് പറഞ്ഞല്ലോ. എൻ്റെ കൂടെ MP വന്നാൽ മതി. ഞാൻ വരുന്നില്ല. ഒരു മിനിറ്റ് ഉണ്ടായിരുന്നു. ഒന്നുമില്ലടാ മോനെ. ആ കിലുക്കത്തിൻ്റെയാണ് സൗണ്ട് കേട്ടോ. എന്തോ ഒരു കിലുക്കത്തിൻ്റെ സൗണ്ട് അല്ലേ? മണി ഫോൺ തന്നേക്ക്, ഞാൻ ബാക്കി നോക്കിക്കോളാം. നിങ്ങൾ പൊക്കും. MP ഒറ്റക്ക് പോകണം. നിങ്ങൾ പൊക്കും. അമ്മമാര് പോകുന്ന കണ്ട അമ്മയുടെ ഒടുക്കത്തിരുട്ടാ കേട്ടാ. MP അവിടെ ബ്ലഡി മേരി കളിക്കാൻ പോവാ. കാറിന് ഇങ്ങോട്ട് പോവാണ്. അങ്ങേര് ഉൾക്കാട്ടിലാണ്. ഞാൻ എന്തേ പേടിപ്പിക്കാൻ പോകും. എങ്ങനെ ഇരുട്ടത്തോടെ പോകാൻ. ഗെയിമൊക്കെ ഇപ്പൊ കത്തുന്നില്ല. തുടങ്ങട്ടെ. ബ്ലഡി മേരി പ്ലീസ് കം. കണ്ണാടി നോക്കി പറയണമല്ലേ. ബ്ലഡി മേരി, ഓ ഷിറ്റ്. ബ്ലഡി മേരി പ്ലീസ്. ഷിറ്റ് മാൻ. Bloody Mary, please come. Bloody Mary, please come. Bloody Mary, please come. Bloody Mary, please come. I have your daughter. Bloody Mary, please come. Shit. Bloody Mary, please come. Bloody Mary, please come. Bloody Mary, please come. I have your daughter. Bloody Mary, please come. I have your daughter with me. Bloody Mary, please come. Oh damn, man, it's spooky. It's freaking spooky, man. It's freaking spooky. But then nothing came in. I guess like Bloody Mary doesn't like me. Bloody Mary എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ആരും വന്നില്ല. ഞാൻ ഇറങ്ങുകയാണ്. എന്തോ വരുന്നു അവിടുന്ന്. അവിടെ കല്ലെടുത്തിരിക്കുവാണല്ലേ? ആര്? അവിടെ അവന്മാര്. കല്ല ഇല്ല. എന്തായാലും ഒരു വിറ്റുണ്ട്. എന്ത്? അടുത്ത നീയല്ലേ പോകുന്നത്? രസാ. എന്ത്? വരുന്നുണ്ട് ബ്ലഡി മേരി കളിച്ചിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമായിരുന്നു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോ വിട്ടോ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പിന്നെന്തോ ഞാൻ മറന്നുപോയി. രണ്ടനക്കം വന്നപ്പോ പേടിച്ച് ഓടി. അത് തന്നെ സംഭവം. രണ്ടനക്കം വന്നപ്പോ അല്ലേ, അവിടെ ആവശ്യത്തിൽ കൂടുതൽ അനക്കം ഉണ്ടായിരുന്നു. അവിടെ ഒരു അനക്കം ഇല്ല. കിണ്ടി. നിങ്ങളടുത്ത കല്ലെറിയുന്നത് അവിടെ ദൂരത്തുനിന്ന് അറിയുന്ന ഒച്ച മാത്രം അല്ലായിരുന്നു അവിടെ. കളിച്ചിട്ട് ശരിയായില്ല. ഒന്നും കൂടെ പോയി കളിക്കാൻ പോകണം. അർജുൻ അമ്മ രണ്ടനക്കം വന്നപ്പോ പേടിച്ച് തിരിച്ച് ഓടി വന്ന് ഒട്ടും പേടിയില്ലാത്ത ആളാ. ബ്ലഡി മേരി പിന്നെയും കളിക്കണം. ഞാൻ 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വിട്ടുപോയി. അമ്മമാര് ദൂരത്തുനിന്ന് കണ്ട അമ്മമാര് പകുതി ഒഴിക്കുന്ന കല്ലെറിഞ്ഞു. ബ്ലഡി മേരി പ്ലീസ് കം. I have your daughter with me. ഇത്രയൊക്കെ ആഡ് ചെയ്ത് പറയണം. ബ്ലഡി മേരി പ്ലീസ് കം മാത്രം പോരെ. ബ്ലഡി മേരി പ്ലീസ് കം.
ഒന്നും കാണത്തില്ല, അതാണ് ഇവിടുത്തെ വിറ്റ്. കാട്ടിൻ്റെ ഇടക്കൊക്കെ ചെയ്യുന്നത് മോനെ ഹോട്ടലിൽ ചെയ്തതൊക്കെയല്ല കേട്ടാ. മതി വല്ലതും വന്നാൽ പിന്നെ EMF അടിക്കുന്നില്ല ഈ ഏരിയ, അതെന്താ അറിയത്തില്ല. ഓൾമോസ്റ്റ് 3 മിനിറ്റ് ആയി, പക്ഷേ ഇപ്പോൾ കിലുക്കത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നു. പോവാൻ എന്തായാലും. നിനക്ക് നല്ല രസമായിരിക്കും കേട്ടാ. എനിക്ക് എന്ത് ഇവന് പിന്നെ പറയണ്ട. നിനക്ക് വേണ്ടി ഇത്ര എന്താ കത്തുന്നത്? അത് നിന്റെ കൈ എത്തുമ്പോൾ തന്നെ ഇവൻ്റെ കത്തുന്നില്ല. എന്നെ പേടിപ്പിക്കാതെന്ന് ഒന്നുമില്ല. വേണ്ട ഓക്കെ കാണിച്ച് ഒരു കിലുക്കത്തിൻ്റെ സൗണ്ട് കേൾക്കും, മൈൻഡ് ചെയ്യണ്ട. എന്താ പറ്റി അവിടെ ചെന്നിട്ട്? അവിടെ നീ അവിടെ ചെയ്യുന്നില്ല. ഇന്ന് കണ്ണാടിയിലോട്ട് നോക്കുമ്പോ ഇല്ലേ ഞാൻ എന്തായാലും ബ്ലഡി മേരി ചെയ്യാം കേട്ടാ. അർജുമ്പോ എന്തായാലും കുറച്ചു നേരം മുമ്പേ ചെയ്തു. കണ്ണിലോട്ട് ഈ ലൈറ്റ് അടിക്കുന്നൊന്നും കാണുന്നില്ല. 3 മിനിറ്റ് ഇവിടെ ഇരിക്കണം. ഓക്കെ. ബ്ലഡി മേരി പ്ലീസ് കം, 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 ബ്ലഡി മേരി പ്ലീസ് കം. ഇത് വന്ന് ഞാൻ 11 പ്രാവശ്യം ചെയ്തെന്ന് തോന്നുന്നു. കാണുന്നു കണ്ടിട്ട് ഭയങ്കര എന്തോ ആരും കാണുന്നില്ല. ചെറുക്കൻ മനുഷ്യനെ പേടിപ്പിച്ചോണ്ടിരിക്കും. ഇവിടെ മനുഷ്യൻ പേടിച്ച് ഒരു പേടിയില്ലാത്തവരോട്ട് പോവുക, വെറുതെ പേടിപ്പിക്കണം, ചുമ്മാ പേടിപ്പിക്കണം വന്ന് നിന്നിട്ട്. മോനെ എനിക്ക് പേടിയൊന്നും തോന്നുന്നില്ല. എന്നാലും അവിടെ അവന്റെ ഒച്ചവെല്ലാം കേട്ട് അങ്ങോട്ട് പോകേണ്ടി വരും. പോകണ്ടേ? സുമതി 1 കിലുക്ക, രണ്ടാമത്തത് കാട്ടുപോത്ത്. കാല് കഴിക്കുന്നു. ഈ സാധനം ഞാൻ അടിക്കുന്നുമില്ല. എൻ്റെ മോനെ അവിടെ എന്തോ ഒരു പച്ചക്കളർ സാധനം, അതെന്തോ അറിയത്തില്ല. എളുപ്പം ചെയ്തിട്ടോ. ഓ നമ്മൾ അന്ന് ഹോട്ടലിൽ ചെയ്ത കണക്കുള്ളൊരു വൈബ് അല്ല അവിടെ. നീ ഇല്ലായിരുന്നല്ലോ. സേഫ്റ്റി സെക്യൂരിറ്റി ഒരു കിണ്ടിയില്ല അവിടെ കേട്ടാ. ഒരു വൈബ് വേറേതാ ഇവിടെ. പട്ടിക്കാട്ടി വന്നിട്ട് ബ്ലഡി മേരി കളിക്കുന്നു. എനിക്ക് തോന്നുന്നു 3 മിനിറ്റാ എന്ന്. ഞാനെന്തായാലും പോവാം. എനിക്കാണെങ്കിൽ ഒരു കിണ്ടിയും കാണുന്നുമില്ല. അത് ഞാൻ ഞാൻ കേട്ട് എന്തോ അതൊരു പിടുത്തമില്ല. എൻ്റെ സൗണ്ട് കേട്ട് എന്തോ നടക്കുന്ന പോലെ എന്തോ സൗണ്ട് കേട്ട്. എനിക്ക് ചെടികളെല്ലാം ഇവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് വിചാരിച്ച് നിങ്ങൾ ആരെയും എന്നെ പേടിപ്പിക്കുമായിരിക്കും. എവിടെ നിന്ന് അവിടെ ഇരുന്ന് ഞാൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നടന്നു വരിക. എൻ്റെ തൊട്ട് കൊണ്ടി നിങ്ങളുടെ ആക്ക് ഞാൻ ഇവൻ അല്ലെങ്കിൽ ഇവൻ ആരേലും ഒക്കെ ഒരുത്തൻ അവിടെ നിൽക്കുവാണ്. ഞാനത് പരസ്യ പ്രതീക്ഷ തിരിഞ്ഞിരിക്കണത്. പക്ഷെ പിന്നെ നടന്നപ്പോ പിന്നെ ഒരു സ്റ്റെപ്പ് ഞാൻ പിന്നെ തിരിച്ചിട്ടി ഇങ്ങനെ ക്യാമറ പിടിച്ചാൽ മതി. എനിക്ക് പേടിച്ചിട്ട് ഫുട്ടേജിലൊന്നും ഇല്ല. സ്റ്റോംപ് ചെയ്യുന്ന സൗണ്ട് എവിടെ നിന്ന് കേൾക്കാൻ? നീ പോകുമ്പോൾ മാത്രമുള്ള നിനക്ക് എപ്പോഴും അവസാനം കത്തുന്നേയും ഇതൊക്കെ. എനിക്കറിയത്തില്ല, എനിക്ക് പേടിയുണ്ട്. എന്തായാലും അവനായി, നിന്റെ ഒഴിവാ. എന്റെ അല്ലേ ഇത് റെഡിൽ എത്തിയായില്ലേ? എന്തോ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നീ അങ്ങോട്ട് നിന്റെ എന്താണ് അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കണം. ഒന്ന് വഴങ്ങി കൊടുക്കേണ്ടി വരും. അല്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. ക്രോസിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചാ നീ? പിന്നല്ല. എന്താണ് ഇത്? ഇത് വന്ന സീനാ. You can't use any kind of holy stuff. പൊക്കോ, പിന്നെ കാണാം. അല്ലാതെ 2 പേര് പോയിട്ട് ഒന്നും ആയിട്ടില്ല. നമ്മളൊന്നും ആത്തില്ല. എനിക്ക് പറയാനൊക്കത്തില്ല. എന്റെ ഹാർട്ട് കൈ അവിടെ ആരൊക്കെയോ. അവിടെ സൗണ്ട് വന്നേ എന്തുവാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പോട്ടെ. പോവാടാ. എന്റെ പൊന്നു ചേച്ചിമാരെ എന്നെ ഒന്നും ചെയ്യല് കേട്ടാ. ഞാനല്ലേ പേടിപ്പിക്കാനായിട്ട് എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്നങ്ങനെ കയറി ഇതായി അവിടെ വീണ് കഴിയുമ്പോൾ എന്ത് വിളിക്കാൻ പോലും സൗണ്ടില്ല. എബി എന്ന് വിളിക്കാൻ പോലും സൗണ്ടില്ല. ബ്ലഡി മേരി പ്ലീസ് കം, ബ്ലഡി മേരി പ്ലീസ് കം, ബ്ലഡി മേരി പ്ലീസ് കം, ബ്ലഡി മേരി പ്ലീസ് കം. 4 ആയല്ലേ? ബ്ലഡി മേരി പ്ലീസ് കം. എന്തൊക്കെയോ കയറി വരുന്ന പോലെ. ബ്ലഡി മേരി പ്ലീസ് കം, 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 ബ്ലഡി മേരി പ്ലീസ്. ചേട്ടാ എന്തോ ഉണ്ട് കേട്ടോ ഇവിടെ. വലിപ്പഴേ കാറി തുടങ്ങി. തലേന്നൊക്കെ എന്താ കയറി വരുന്ന പോലെ. ഇതെന്തോ ഇത്? ബ്ലഡി മേരി പ്ലീസ് കം, ബ്ലഡി മേരി പ്ലീസ് കം, ബ്ലഡി മേരി പ്ലീസ് കം. വരണ്ട. എന്ത് പറ്റിയടാ? എന്റെ ചെരുപ്പ് ഇവനെല്ലാം കാട്ടിൽ കൂടി ഓടി വന്നത്. ഇത് എന്തോ ഉണ്ടോ അവിടെ? ആരോണ്ടോ അവിടെ? എന്തോ സംഭവിച്ചു? എന്ത് പറ്റി? എന്ത് പറ്റിയത്? ഇനിയൊന്നും പറ്റാനില്ല. ഇല്ല ശരിക്കും എന്തോ തോന്നിയെന്നു. ഇനിയൊന്നും തോന്നാനില്ല. എന്റെ അമ്മ ഈ കാലെന്നൊരു സാധനം ഇങ്ങനെ ഇങ്ങോട്ട് കേറി വന്ന് ഞങ്ങൾക്ക് ഇവിടെ വരെ എന്തോ സാധനം കേറി വന്ന് ബാക്കിൽ എന്തോ പൊട്ടാന്നൊരു സൗണ്ട്.
നീ മറ്റേ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്? ഞാനിവിടെ വന്നില്ല. മൂന്നുപേര് ഇനി ചേട്ടാ നീയോ ചാകാൻ പോയി. ഞാൻ ചാകാൻ പോയുള്ളൂ. ചേട്ടാ ചെല്ലി. കഴിഞ്ഞ ദിവസം കൂടെ ശ്വാസം കിട്ടാൻ ചാകാൻ പോയതാ. അത് കുഴപ്പമില്ല. എന്താണ് ഞാൻ പോകത്തില്ല. അവൻ പോവാൻ പോകുന്നോടെ അവൻ പോയിട്ട് വന്നിട്ട് ട്രെയിനറിന്റെ കോൺഫിഡൻസ് തരും. അത് ട്രെയിനർ ചെയ്താൽ മതി. ഒരു കോൺഫിഡൻസ് വേണ്ട. കോൺഫിഡൻസ് ഫുള്ള് കിട്ടും. എന്നിട്ട് പോയി ചെയ്താൽ മതി. എന്നെ കൊല്ലാൻ കൊണ്ടുപോയി നാറികൾ ഈ കാട്ടിൽ കൂടെ വേണം പോവാൻ. പിന്നെ എന്നെ കൊണ്ട് ആക്കാൻ പോവാ. അവൻ വന്നേ നമുക്ക് ഓജോട് കളിക്കാം. വന്ന ഭൂമി ഒലിവാണെങ്കിൽ ഓർത്ത ചേട്ടൻ വരുന്നുണ്ട്. പേടി സത്യം നല്ല പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. ഇവിടെ മറ്റേ പുള്ളിക്കാരത്തി പേരെന്താ? സുമതി മാത്രല്ല, ഇവിടെ വേറെ ആരാണ്ടൊക്കെ ഉണ്ട് കേട്ടാ. അപ്പറയും സൗണ്ട് കേൾക്കുന്നു, ഇപ്പറയും സൗണ്ട് കേൾക്കുന്നു. ഇങ്ങനെ എന്ത് സുമതിക്ക് 10 കയ്യാ. ബ്ലഡി മേരി പ്ലീസ് കം. ബ്ലഡി മേരി പ്ലീസ് കം. ബ്ലഡി മേരി പ്ലീസ് കം. അമ്മേ അയ്യോ ബ്ലഡി മേരി പ്ലീസ് കം. 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 ഒന്നും കാണാൻ മേല. ബ്ലഡി മേരി പ്ലീസ് കം. ബ്ലഡി മേരി പ്ലീസ് കം. ബ്ലഡി മേരി പ്ലീസ് കം. എന്താണ് അനങ്ങുന്നു? ആയി. ബ്ലഡി മേരി പ്ലീസ് കം. 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 നോക്കിയിട്ട് വരുമോ? ഓക്കെ കഴിഞ്ഞ്. ഒന്നും കാണാൻ മേല. പേടി വരുന്നു കൊണ്ടാരം. അയ്യോ കാലൊക്കെ വേനെടുക്കണം. അന്ന് കാണാൻ റൂമിലായിരുന്നു. ഇന്നിപ്പോൾ ഈ കാട്ടിലായതുകൊണ്ട് ഈ ഒന്നും കാണാൻ മേല. സത്യം പറഞ്ഞാൽ നല്ല പേടി വരുന്നുണ്ട്. ബ്ലഡി മേരി വരല് കേട്ടാ. ചുമ്മാ പറഞ്ഞ മതി കഴിഞ്ഞു. എൻ്റെ പൊന്നെ ഒന്നും കാണാൻ മേലല്ലേ. ഞാൻ ചെയ്തന്നേ. എന്തായാലും 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടി. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിരിക്കും നല്ലത്. ഇതിനെ കൊണ്ട് ഇത് നടക്കത്തില്ല. നമുക്കിനി ഓജോ ബോഡി എന്തെങ്കിലും ആയി സുനിതയാണോ സുമതിയാണോ അല്ലെങ്കിൽ വല്ല കാട്ടുപന്നിയാണെന്ന് ഇപ്പോൾ ഡൗട്ടുണ്ട്. ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നോണ്ടില്ലേ എവിടെയെങ്കിലും കാട്ടിന്റെ സൈഡിലോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഉറപ്പാണ് നമ്മളെ കണ്ണാടി നോക്കി ഇരിക്കുമായിരിക്കും. അതൊക്കെ വന്ന് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഓജോ കൂടി കളിക്കാൻ പോവുകയാണ്. സുമതി ചത്ത ഭൂമിയുടെ അടുത്താണെങ്കിൽ തീരുമാനമാവുമായിരിക്കും. സുമതി മരിച്ചത് ഇവിടെ അല്ല, സുമതിയെ അടക്കിയത് ഇവിടെ. ഈ ഏരിയയിലാന്നാ പറഞ്ഞ്. മേലത്തെ അയ്യത്ത് വലത്തെ സൈഡിലാന്നാ പറഞ്ഞത്. അതെ ഈ സൈഡിലാന്നാ പറഞ്ഞത്. കൊള്ളന്മാരുടെ കൂട്ടിരിക്കുന്നത് എല്ലാരെയും കണ്ടിട്ട്. അപ്പോൾ ദൂരത്തുനിന്നായിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഹോമം ചെയ്യുവാണ്, ബ്ലാക്ക് മാജിക് എന്നൊക്കെ വിചാരിക്കും. എനിക്ക് പല സൗണ്ടും പല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇവിടെ കുത്തി ഇരുന്നിട്ട് തന്നെ ഒരു തീരുമാനമാണ്. മഴ പെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യണം. 3 മണിയാകാറായി. ഏകദേശം വട്ടത്തിൽ വെക്കണം. ഞാൻ കുത്തി കയറ്റി വെച്ച് ഞാൻ എൻ്റെ വെച്ചേക്കാൻ ഇവിടെ കാട് കുത്തിപ്പിടിച്ച തീരുമാനമാണ്. ഞാൻ എൻ്റെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു വട്ടത്തിലാണിത്. ഏകദേശം ഒരു വട്ടത്തിലായി. എന്തോ ഒന്ന് പ്രേതം വരുമോ? എനിക്കിപ്പോൾ പലതും തോന്നുന്നുണ്ട്. 3 മണി ആകാൻ പോവുക. 2:15. ഒന്ന് ബ്ലഡി മേരി കളിച്ചതിന്റെ ക്ഷീണം മാറിയില്ല. ഇതിന് വൈബ് വേറെ കേട്ടോ. തമാശ പറയല്ല. ബ്ലഡി മേരിക്കുള്ള കാട്ടിലും കൂടെ ഇരുട്ടാണ് ഇപ്പൊ. ഒരു വെട്ടം പോലും ഇല്ല. തീരാൻ പറ്റും. EMF സൈഡിൽ ഇരിക്കട്ടല്ലേ. എന്നെ നോക്കിയിരിക്കണം. Boys, we are gonna play Ojo board. So let's start with the middle of a jungle. കൊടുക്കുന്ന സൈലന്റ് ആണ് തുടക്കുന്നിട്ട്. Good spirit, please come. 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 Good spirit. പുള്ളിക്കാരത്തി ബിസിയാന്ന് തോന്നുന്നു കേട്ടാ. വരത്തില്ലെന്ന് പറഞ്ഞു. Oh, it's not a good spirit, man. ഇത് കറങ്ങിയൊക്കെ എന്താ ഇങ്ങനെ പോയത്? തമാശയാണ് ഓക്കെ കേട്ടോ. പക്ഷെ ഈ പട്ടിക്കാട്ടിരുന്നോണ്ട് ചെയ്യുന്ന ഒരു വൈബ് ഇല്ല എനിക്ക്. ഈ കാലൊക്കെ ഇറക്കിയത് ഇത് ബാഡ് സ്പിരിറ്റ് അല്ലേ? പിന്നെ അനങ്ങാത്ത നോവല്ലേ വന്നത്? എന്റെ കാലെ കുത്തിയിരിക്കാതെ മാഷെ വെളിക്കിറങ്ങുവാണ് കുറെ മെഴുകുതിരിയും വെച്ചുണ്ട്. അപ്പൊ ഇത് പോവാൻ പറയാം. ഇത് ബാഡ് സ്പിരിറ്റാ. ബാഡ് സ്പിരിറ്റ് ഗോ ബാക്ക്. ബാഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ ബാക്ക്. ബാഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ ബാക്ക്.
നിങ്ങൾ വെറുതെ പീഡിപ്പിക്കുക കേട്ടോ. ഞാൻ കൈയെടുത്തത് പോയി തിരിച്ചു പോയോണ്ട് എന്തുവാണ് പീഡിപ്പിക്കുന്ന. അതെ, നമ്മൾ 4 പേര് ഇവിടെ ഉണ്ടല്ലോ. വേറെ ആരാ? സൗണ്ട് എന്തുവാ? അപ്പൊ ഈ അലർന്നേരാ വണ്ടി ഇവിടെ സൗണ്ട് അവിടെ നിന്ന് പറ്റി നമുക്കിവിടെ കൂട്ടാണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്കിവിടെ തിരക്കേണ്ടി വരും കേട്ടോ. ഇവിടെ വേറെ ആൾക്കാർ വന്നു ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ പോകുന്ന വഴി അറിയാൻ തിരിച്ച് വീട്ടിലെത്തിയ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. ഓജോ ബോർഡ് ക്ലോസ് ആക്കിയില്ല. അതുകൊണ്ട് ഇനി പിന്നെയും ഒരു ബാഡ് ലക്ക് വരുവാന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. കളിക്കും തോറും ഒരു വൈബ് മാറുന്നുണ്ടായിരുന്നു അവിടെ. ഇന്ന് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഏരിയയിൽ നിന്ന് കളിക്കുന്ന ബുദ്ധിമുട്ടാണ്. നമുക്ക് പ്രയത്നമൊന്നും കണ്ടില്ല, ചിലപ്പോൾ ഇല്ലായിരിക്കും. നിങ്ങൾക്ക് സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും ദൂരത്തുനിന്ന്. ആരായിരുന്നു ഉറപ്പില്ല. ഇപ്പോൾ പോലീസുകാരുടെ നമ്മളിപ്പോൾ പിടിക്കും. നമ്മളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ചിലപ്പോൾ നമ്മൾ സുമതി വളവിൽ നിന്ന് പോവുകയാണ്. അയ്യേ, ഏതോ കള്ളുകുടിയന്മാര് വന്നിട്ട് സംസാരം ഉണ്ടാക്കിയതാ. കംപ്ലീറ്റ് ചെയ്യാൻ പോലും ഉണ്ടാക്കിയില്ല. കണ്ടുകുടിയന്മാര് തമിഴന്മാര് വന്നിട്ട് എന്തോ വേണം സംസാരിക്കുന്നതിന്. എത്ര ഡ്രാമയാണ് കാണിച്ചത് ഇവന്മാര്. ഇവനാണ് ഏറ്റവും വെയിൽ. പോലീസാണ് വെള്ളക്കെട്ടിയാണ്. നമ്മള് ഡെഡ് ബോഡി ബുക്കാൻ പോകുന്നതാണ് അവിടെ. അതെ, ഏതോ ഒരു കള്ളുകൂടിയന്മാര് വന്ന് വാഴയുടെ മൂലക്ക് ഇരുന്ന് കാറിയതാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കൊണ്ട് വന്ന അവിടെ നമ്മള് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. പക്ഷെ ഓട്ടോക്കാർ അവിടെ കിടന്ന് നമ്മുടെ ചുറ്റും കിടന്ന് വളയുന്നുണ്ട്. ഇവിടെ കാണാവാ? ഓട്ടോ കാണുന്നില്ല, ഓട്ടോ ഇല്ല. നമുക്കൊന്ന് കറക്കാൻ കൂടെ അവിടെ കൂടി പോകാമെന്ന്. ആവശ്യത്തോട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. അവന്മാര് വള്ളിയാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് വണ്ടി തിരിച്ചോണ്ടിരിക്കുക. ഇതല്ലേ വളവ്? ഇതാണ് ഇതിലെ കൂടി എവിടെ കയറി? അപ്പൊ ഇവിടെ വളവ്. അവന്മാര് നിർത്താൻ നോക്കുവാണോ നമ്മള്? ചവിട്ടണ്ട ചവിട്ടി വിട്. 5-6 ആണുങ്ങളുണ്ട് കള്ളും കുടിച്ച് കൈ കാണിച്ച് ചവിട്ടാനൊക്കെ നോക്കുന്നു. അപ്പം വോയിസ് പാക്ക് ഓഫ് സുമതി വളവ്. എന്ത് ചെയ്യാനാ, സുമതിനെ കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. അപ്പൊ അതിനകത്ത് എന്തോ കിട്ടിത്തിറങ്ങിയതുമാണ്. സുമതിക്ക് പകരം കുറച്ച് 4 പാമ്പുകളെയാണ് കിട്ടിയത്. എന്ത് ചെയ്യാനാ, 10 പാമ്പ്. വോയിസ് പിന്നെയും ഞങ്ങൾ കറങ്ങി പോവുകയാണ് ഇവിടെ കൂടി തന്നെ. അവന്മാര് വല്ലതും എടുത്ത് വലിച്ചെറിയോ ഇങ്ങോട്ട്? ഞാനത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വിരള് വെച്ചിട്ടേ ഉള്ളൂ. സുമതി വളം എന്തായാലും വളവ് വെച്ചാൽ നിന്ന് പോയി. അവിടെ കുറച്ച് പയ്യന്മാരല്ല പാമ്പുകൾ വന്നോണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ ചേർത്തുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് പിന്നെയും ഒരു ട്രൈ നോട്ട് ലാഫ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ജയിക്കുന്നവർക്ക് ഓരോ ആൾക്കാർക്ക് 5000 രൂപ വെച്ച് കിട്ടും. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഫിൽ ദ ഫോം ബിലോ. അത് ട്രൈ നോട്ട് ലാഫിന് വേണ്ടി മാത്രമുള്ള ഗൂഗിൾ ഫോമാണ്.